വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി. സുരഭി കവലയിൽ ആടിനെ കൊന്ന കടുവ കൊന്നു തിന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. ആനത്തിരി ഭാഗത്ത് ഒരു പശുക്കിടാവിനെ കടുവ പിടിച്ച് കൊന്ന് അതിൻ്റെ ശേഷം ആ കടുവ ആ പ്രദേശത്ത് 4-5 ദിവസത്തോളം അവിടെ കറങ്ങി നടന്നു. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടു, ടാപ്പിങ്ങിന് പോയ തൊഴിലാളി കണ്ടു, ഫോറസ്റ്റുകാർ കണ്ടു. എന്നിട്ട് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പോൾ പച്ചിക്കരമുക്കയ്ക്ക് അത് 1 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറി പച്ചിക്കരമുക്കിൽ നമ്മുടെ പാലമറ്റ സുനിലിൻ്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ഏതാണ്ട് 40 കിലോയോളം ഭാരം വരുന്ന യമുനാപ്പാരി പോലെയുള്ള ഒരു ആടിനെ പിടിച്ച് കൊണ്ടുപോയി തിന്ന് കടുവ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെ ഇവിടെ ജീവിക്കും മനുഷ്യൻ? ഈ കടുവയെ വെടിവെച്ച് മയക്കുവെടി വെച്ച് പിടിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവിടെ പല സ്ഥലത്ത് കൂടുകൾ സ്ഥാപിക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദാസീനത ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ജീവിതം പൊറുതിമുട്ടിയിരിക്കുക. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. പാടിച്ചിറ, മുള്ളംകൊല്ലി, സുരഭിക്കവല അങ്ങനെ പുൽപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ ഒരു കടുവ കഴിഞ്ഞ ആഴ്ചകളായി വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. താന്നിത്തെരുവിലാണ് കഴിഞ്ഞ ദിവസം ശോശാമ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലെ പശുക്കിടാവിനെ കൊന്ന് തിന്നത്. ഇതിനിടയിലാണ് ഇന്ന് വീണ്ടും ഈ കടുവ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഇവരുടെ സുനിലിൻ്റെ വീട്ടിലെത്തുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് സുരഭിക്കവല ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമാണ് താന്നിത്തെരുവിൽ നിന്നുള്ളത്. ഇവിടെ വീട്ടിലെത്തുകയും വീട്ടിൽ ആട്ടുംകൂട്ടിലുള്ള ഈ വലിയ രീതിയിലുള്ള പട്ടികുര ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രാവിലെ കറക്കാനായി പോയതാണ്. 2.5 വയസ്സുള്ള കറവയുള്ള ഈ ആടായിരുന്നു. ഇതിനെ കറക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇതിൻ്റെ ജഡം കണ്ടെത്തുന്നത്. തലയില്ലാത്ത വിധത്തിലായിരുന്നു. പിന്നീട് തെരച്ചിൽ നടത്തിയപ്പോൾ ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ നിന്നും തലയും കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട് ഈ പുൽപ്പള്ളി മുള്ളംകൊല്ലി പ്രദേശത്ത്. കാരണം ഈ കടുവയ്ക്കായി ശോശാമയുടെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കൂട് വെച്ചതാണ്. പക്ഷേ എന്നിട്ടും കൂട്ടിൽ കടുവ വീഴുന്നില്ല. ഇതിൻ്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടാകുന്നത്. ആളുകൾക്ക് നേരെ മാത്രമാണ് ആക്രമണം ഇല്ലാത്തത്. പക്ഷേ വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെല്ലാം തന്നെ ആക്രമിക്കുന്ന നില തുടരുന്ന സ്ഥിതിയാണുള്ളത്. സീതാ മൗണ്ടിൽ സ്കൂളിന് മുന്നിലാണ് കഴിഞ്ഞ ആഴ്ച ഈ കടുവ വന്നു നിന്നത്. ഒരേ കടുവ തന്നെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് വനംവകുപ്പ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനെ കൂട് വെച്ച് പിടികൂടുക, മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് വനംവകുപ്പ് പോകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് രാവിലെ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന നിലയിലാണ് ആളുകൾ ഈ മേഖലയിലുള്ളത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ഷബീർ മണ്ണാർക്കാട് പറഞ്ഞ് കേരള പ്രതിഷേധത്തിനുള്ള ഫ്ലക്സുകൾ മലയാളത്തിൽ വെച്ചത് ആരുടെ ബുദ്ധിയാണ്? പ്ലാനിങ് പോരാ. ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ബോർഡുകളും ഫ്ലക്സുകളും ഒക്കെ വെക്കേണ്ടതാണ് ചോദിക്കുന്നത്. അതിനകത്തൊരു ചെറിയ ബുദ്ധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.